വെച്ച് ചിന്തിക്കുമ്പോൾ കരുണയുടെ കരുതലും ദിവ്യകാരുണ്യത്തിൻ്റെ ഉപാസനയും ആലംബഹീനർക്ക് ആശ്രയവുമായിരുന്ന അച്ഛൻ ജുദമത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ ദുഃഖിതരും ആലംബഹീനരുമായവര് നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്നാലും ബഹുമാനപ്പെട്ട കരിന്തോളിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരിക്കലും നികത്താനാവാത്ത ഒരു വിടവ് ആണെന്നുള്ള യാതൊരു സംശയമില്ല. കാരണം അച്ഛൻ്റെ മരണശേഷം ഇന്നുവരെ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുവാനായത് നിരന്തരം എന്നാൽ എല്ലാ ദിവസവും ഒത്തിരിയേറെ പേര് പ്രാർത്ഥിക്കാൻ വരുന്നു. ചിലരൊക്കെ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നു. ഒത്തിരി ആളുകളുടെ ആശ്വാസകൻ പോയി എന്നുള്ള വ്യത്യസ്തമായ ചിലർ വളരെ അപ്പച്ചനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ പേര് കരയുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെ ചിന്തിച്ചപ്പോൾ ഒത്തിരിയേറെ പേര് ഇങ്ങോട്ട് വരിക, അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ പെൺമാറ്റായിട്ടുണ്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും 18-ാം തീയതിയിലെ എന്റെ ജന്മവാർഷികം ഞങ്ങൾ ആയിട്ടും വരുന്നുണ്ട്. അത് നമ്മൾ വിശുദ്ധ കുർബാനയ്ക്ക് ബന്ധപ്പെട്ട് തന്നെ അറിയാം. ഹോളുകളിൽ ഇനിയും ആളുകൾ വന്നുകൊണ്ടിരിക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. അത്രയും വിശുദ്ധനായ ഒരു വ്യക്തിയാണ് നമ്മിൽ നിന്ന് കടന്നുപോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഈ വിശുദ്ധ കുർബാനയും ചടങ്ങിൽ സംബന്ധിക്കുന്നതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്നുള്ളത് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും നികത്താനാവാത്ത, ഇനി ഒരിക്കലും നികത്താൻ പറ്റുമോ എന്നുള്ളത് പറയാത്ത വലിയൊരു വിടവ് സൃഷ്ടിച്ചിട്ട് കടന്നുപോയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട കരിന്തോളി. ഞാനിപ്പോൾ പറയുമ്പോൾ പലയിടങ്ങളിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് എനിക്ക് നേരിട്ട് കാണാം. ഇന്ന് ചരമവാർഷികത്തിന്റെ ദിനത്തിൽ വിശുദ്ധ കുർബാന ആരുടെ കാലഘട്ടത്തിൽ വേണമെന്ന് ചിന്തിച്ചപ്പോഴും ആദ്യമേ തന്നെ മനസ്സിൽ കടന്നു വന്നത് അഭിവന്യ ജോർജ് ബർത്തലി പിതാവിനെയാണ്. ഒരു കാരണം കരിന്തോളച്ചന്റെ മാതൃരൂപതയുടെ അധ്യക്ഷനാണ്. അതോടൊപ്പം തന്നെ കൊത്തമംഗലം രൂപതയെ ബഹുമാനപ്പെട്ട കരിന്തോളച്ചൻ സ്നേഹിക്കുന്നതാണ്. അച്ഛൻ പലപ്പോഴും പറയുമായിരുന്നു കൊത്തമംഗലം രൂപതയിൽ നമുക്കൊരു സ്ഥാപനം വേണം, അതുപോലെ തന്നെ ഒരു ദിവ്യകാരുണ്യ ധ്യാന കേന്ദ്രമോ ദിവ്യകാരുണ്യ ആരാധന കേന്ദ്രമോ വേണം എന്നുള്ളത് കരിന്തോളച്ചൻ പലപ്പോഴും ആഗ്രഹിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൂടാതെ കഴിഞ്ഞ 7 വർഷങ്ങളായി പിതാവിനെ എനിക്ക് നേരിട്ട് പരിചയമുള്ളപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ പിതാവ് ഇങ്ങോട്ട് ഒരു വോയിസ് പിതാവ് ഇങ്ങോട്ട് തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ അന്നേ ദിവസം ഞാൻ എങ്ങനെയാണെങ്കിലും തിരക്ക് മാറ്റി വെച്ചിട്ട് വരാം, കരിന്തോളിന്റെ കാര്യമായതുകൊണ്ട് എനിക്ക് താല്പര്യമാണ്. അങ്ങനെ NCBS സഭയോട് പ്രത്യേകമായിട്ട് പരമപ്രസ്ഥാന പ്രൊവിൻസിനോട് അതിലും പ്രത്യേകമായിട്ട് കരിന്തോളിനോട് പിതാവിന്റെ സ്നേഹത്തിന് പിതാവ് എന്നിവിടെ സന്നിഹിതനായിരിക്കുന്നത് നിറഞ്ഞ കൂട്ടുകയോടുകൂടി പിതാവിനെ സ്നേഹപൂർവ്വം സ്വാഗതം. പിടിമക്കളുണ്ട് മലയാളത്തിന്റെ അസിസ്റ്റന്റ് NCBS അച്ഛന്മാർ, വേറെ രൂപതകളിലൊക്കെയുള്ള അച്ഛന്മാർ വലിയ പേരുണ്ട്. അങ്ങനെ സംസാരിച്ചപ്പോൾ പിടിമക്കളിലാണ് അച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷയിലെ വചന സന്ദേശവും അനുസ്മരണ പ്രസംഗവും നടത്തിയത്. അപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, അപ്പോൾ അച്ഛൻ മാനന്തവാടി യുപിയുടെ കാര്യങ്ങളായ അച്ഛൻ നന്നായി പ്രസംഗിക്കുകയും അതോടൊപ്പം തന്നെ കരിന്തോളച്ചനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുകയും ചെയ്തു. വിളിച്ചപ്പോൾ തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും നേരത്തെ തന്നെ എത്തുകയും ചെയ്ത അച്ഛനെ സ്നേഹത്തോടെ ഇന്നത്തെ ഈ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കോട്ടയം എമാവൂസ് പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ പരിപാടിപ്പെട്ട അബ്രഹാം കൊച്ചുപറി അച്ഛനും കോഴിക്കോട് സയൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യൽ മാത്യു കെമ്പേജിനും സന്നിഹിതരാണ്. അവരും കരിന്തോളച്ചനുമായി അടുപ്പമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ എത്തുകയും ഇന്നത്തെ ഈ കർമ്മങ്ങളിലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ ഇടവകളിലുള്ള നമ്മുടെ കാലിപ്പുഴ ഇടവകയിലെ വികാരിച്ചുണ്ട്, അതുപോലെ കാലടിയിൽ വികാരിച്ചുണ്ട്, അയൽപക്കത്തുള്ള വികാരിച്ചുമാര്, ഫോറോഡയിലുള്ള വികാരിച്ചുമാര് പലരും ഇവിടെ സന്നിഹിതരാണ്. അതോടൊപ്പം NCBS സഭയിലെ ഏതാണ്ട് എല്ലാ ഹൗസുകളിലെയും അച്ഛന്മാരെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് മുതിർന്നവരും അല്ലാത്തവരുമായുള്ള ഏത് പ്രായത്തിലുള്ളവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഓസ്ട്രേലിയാസമത്തിലെ ഭാസ്കർ അച്ഛനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഭയുമായി ബന്ധപ്പെട്ട ഒരുപാട് അച്ഛന്മാരെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ അനുഗ്രഹപ്രദമായ ഈ വിശുദ്ധ ബലിയിലേക്കും കർമ്മങ്ങളിലേക്കും സ്വാഗതം ചെയ്യുന്നു. സിസ്റ്റേഴ്സ് പലരും ഇങ്ങോട്ട് തന്നെ വിളിച്ച് ചോദിക്കുവാനും വെച്ചാൽ അങ്ങനെ കമ്പീരിയല്ലേ നമ്മുടെ അച്ഛന്റെ കുർബാനയും വാർഷികവും ഇവിടെ എത്തിയിരിക്കുന്ന സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന കരിന്തോളച്ചനിലൂടെ സ്നേഹവും ആശ്വാസവും സാന്ത്വനവും ലഭിച്ച ഒത്തിരി പേരെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരെയും
ഈ വിശുദ്ധ കുർബാനയിലേക്കും മറ്റു കർമ്മങ്ങളിലേക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ വിശുദ്ധ കുർബാന വലിയ അനുഗ്രഹത്തിന്റെ കൃപയുടെ നിറവിന്റെ ഒരു അനുഭവമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് വിശുദ്ധ ബലിയിലേക്ക് കടക്കാം. പ്രാപിച്ചവരുടെ ഓർമ്മയെ ആചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ ദിവ്യരഹസ്യങ്ങൾ വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും നന്ദിയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവനാകുന്നു. സകലതിന്റെയും നാഥായ എന്നേക്കും. കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തരം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരണത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സഹോദരനെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോട് കൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെയിരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാപ്പലത്തിനെ മുടങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംവാദിക്കപ്പെടുന്നു. അങ്ങനെ നാം എപ്പോഴും പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധ സുവിശേഷം
25-24 മുതലുള്ള വാക്യങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു. ആ സ്വരം ശ്രവിക്കുന്നവർ ജീവിക്കും. എന്നാൽ പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവനുണ്ടാകുവാൻ അവിടുന്ന് വരം നൽകിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും അവൻ നൽകിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തെന്നാൽ കല്ലറകളുള്ളവരെല്ലാം അവന്റെ സ്വരം ശ്രവിക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനായും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനായും പുറത്തുവരും. സഹോദരി സഹോദരന്മാരെ, ദിവസത്തിലേക്ക് വിളിക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് കരിക്കുന്നുള്ളച്ഛന്റെ മരണവാർഷികം നമ്മൾ ഇന്ന് ആചരിക്കുമ്പോൾ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. NCBS സന്യാസ സഭയ്ക്ക് അഭിമാനമാകുന്ന വിധത്തില്, കത്തോലിക്ക സഭയ്ക്ക് അഭിമാനമാകുന്ന വിധത്തില്, അതിലേറെ കർത്താവായ ഈശോയ്ക്ക് അഭിമാനമാകുന്ന വിധത്തില് ഒരു നല്ല വൈദികൻ നമ്മളോടൊപ്പം ഏകദേശം 1 നൂറ്റാണ്ടിനടുത്ത് ഉണ്ടായിരുന്നു. ഒരു വൈദികനും മറ്റൊരു ക്രിസ്തുവാണ് എന്ന ആ കാഴ്ചപ്പാട് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുവാൻ അങ്ങേയറ്റം പരിശ്രമിച്ച വൈദികനാണ് ജോർജ്. സ്നേഹബന്ധവും ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ വൈദികനായതിനു ശേഷം കൂടാറുണ്ടായിരുന്നു. ജോർജിനെ സംബന്ധിച്ച് ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വൈദികനായിട്ടുള്ള ഈ സഭയുടെ ജനറൽസായൊക്കെ ആയിരുന്നപ്പോഴും ഇപ്പോഴും അദ്ദേഹം സ്നേഹവചനായിട്ടാണ് കാണപ്പെടുന്നത്. ജോർജിനെ സംബന്ധിച്ച് പറയുമ്പോൾ അതേ ഈശോയുടെ മാതൃക പരമാവധി ജീവിതത്തിൽ ആവഹിക്കാനും അത് ജീവിതത്തിന്റെ ഓരോ ദിനത്തിലും പ്രായോഗികമാക്കാനും അങ്ങേയറ്റം പരിശ്രമിച്ചൊരു വൈദികനാണ്. നമുക്കറിയാം, കുറെ വർഷങ്ങളിലൂടെ, കാരണം ഹൈസ്കൂൾ മുതൽ ഞങ്ങൾക്ക് പരിചയമുള്ളതായതുകൊണ്ട് അച്ഛന്റെ ജീവിതം നിരന്തരമായിട്ടുള്ള ഒരു രൂപാന്തരീകരണം, അതായത് ക്രിസ്തുവിനോട് നിരന്തരം അനുരൂപപ്പെടുക. അച്ഛന് കൂടെയുള്ള NCBS സന്യാസ സമൂഹത്തിലെ അച്ഛനോട് അടുത്തിടപെട്ടിട്ടുള്ള ചില വൈദികരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് അച്ഛന്റെ സാന്നിധ്യം അനുഭവപ്പെട്ടിരുന്നത്? അപ്പോഴ് അച്ഛന്മാർ പറഞ്ഞിട്ടുണ്ട്, അച്ഛന്റെ നന്മകൾ ഒരച്ഛൻ പ്രത്യേകമായിട്ട് എന്നോട് പറഞ്ഞത്, ഒരിക്കലും ജോർജ് ദേഷ്യപ്പെടില്ലായിരുന്നു. ഒരുപക്ഷെ വരുന്നവര് വലിയ പ്രകോപനം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിച്ചാലും ശാന്തമായിട്ട് കേട്ടുകൊണ്ട് അദ്ദേഹം വേണ്ട മാർഗനിർദ്ദേശം നൽകുമായിരുന്നു. പ്രത്യേകിച്ച് ജനറാളിസ്റ്റൊക്കെ ആയിരുന്ന അവസരത്തിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലും ശാന്തത കൈവടിയാണ്. സുഭാഷിതങ്ങളുടെ 4:23 നമ്മുടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിക്കുക, ജീവന്റെ ഉറവകൾ അതിൽ നിന്നാണ് ഒഴുകുന്നത്. ജോർജ് ഹൃദയത്തെ നൈർമല്യം നഷ്ടപ്പെടാതെ ജാഗരൂകതയോടെ കാത്തു സൂക്ഷിച്ച വൈദികനാണ്. ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും അതോടൊപ്പം തന്നെ ക്ലേശങ്ങൾക്ക് ഉണ്ടായിരിക്കുമ്പോഴും മറ്റുള്ളവരെ കേൾക്കാനും സന്ദർശിക്കാനും ഒക്കെ അദ്ദേഹം താല്പര്യമെടുത്തു. കഴിഞ്ഞ വർഷം ജോർജ് പറഞ്ഞു, ഞങ്ങളുടെ ബാച്ച് ഗാദറിംഗ്, സെന്റ് അച്ഛന്മാരുടെ ഗാദറിംഗ് ഇവിടെ ഈ താന്നിപ്പുഴ ആശ്രമത്തിൽ വെച്ച് നടത്താം എന്നൊക്കെ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്തതാണ്. അങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ഒരുങ്ങിയിരിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അച്ഛനെ ദൈവം എൻ്റെ പക്കലേക്ക് വിളിച്ചത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ വിചാരിക്കുന്നത്, ഇനിയുള്ള ബാച്ച് ഗാദറിംഗ് ദൈവഭവനത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ചാകാം. ജോർജിനാണ് ഞങ്ങളുടെ 4 പേരെ കൊടുത്ത് ആദ്യമായിട്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നത്. സാവകാശം ഞങ്ങളും സന്തോഷത്തോടുകൂടി ഈ യാത്രയ്ക്കുള്ള ഒരുക്കത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മള് ഈ ജോർജിനെ പറ്റി ഇങ്ങനെ ഓർക്കുമ്പോഴേ നമുക്കെല്ലാം വലിയൊരു മാതൃകയും പ്രചോദനവുമാണ് അച്ഛൻ്റെ ജീവിതം. അതോടൊപ്പം തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ് സന്യാസ ജീവിതം എങ്ങനെ ജീവിക്കണം, ക്രിസ്തുവിനെ സമർപ്പിക്കപ്പെട്ട പുരോഹിതൻ എങ്ങനെയാണ് ആളുകളോട് ഇടപെടേണ്ടത്, അതുപോലെ തന്നെ മറ്റുള്ളവരും നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യരുടെ നിലയിൽ ജോർജ് നമുക്ക് കാണിച്ചു തന്ന ഈ ഉയർത്തി കാണിച്ച ആ നിർമ്മലമായ സ്നേഹത്തിന്റെ, എളിമയുടെ, ജീവിത വിശുദ്ധിയുടെ ദീപശിഖ ഇനിയും അണയാതെ കത്തിക്കൊണ്ടിരിക്കാനും അതനേകർക്ക് മാർഗദീപമാകാനും
നമ്മുടെ ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുള്ള കഴിവുകൾ, അവസരങ്ങൾ, സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. നമ്മുടെ ജീവിതവും വിശുദ്ധ കുർബാനയുടെ അതേ ചൈതന്യത്തിൽ ആയിരിക്കാൻ വേണ്ടി, അതിൽ നിരന്തരം വളരാൻ വേണ്ടി, അങ്ങനെ നമ്മളായിരിക്കുന്ന കുടുംബത്തിലാണെങ്കിൽ അഭിമാനം ഉണ്ടാകുന്ന, ക്രിസ്തുവിന്റെ നാമത്തെ കൂടുതൽ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതം ആകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളിയച്ചൻ അതിനുവേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കരിന്തോളിയച്ചന്റെ സഹോദരങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന പറ്റിയെ ഓർക്കുന്നു, കുടുംബത്തെ സ്നേഹത്തോടെ ഓർക്കുന്നു, ഇവരെ സന്യാസ സമൂഹത്തെ ഓർക്കുന്നു. അച്ഛനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ പ്രാർത്ഥനയിലൂടെയും പ്രോത്സാഹനത്തിലൂടെയും അതുപോലെ പ്രത്യേകമായി സന്യാസ സഭ എല്ലാവിധത്തിലുള്ള സംരക്ഷണത്തിലൂടെയും ഒക്കെ കൊടുത്ത എല്ലാ സപ്പോർട്ടിനും നല്ല ദൈവം ധാരാളമായിട്ട് പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും മരണം വഴി ഞങ്ങളിൽ നിന്ന് വേർപിരിയുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടം അനുഭവിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യാശ്വാസങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. മരിച്ചവരുടെ കടങ്ങൾ ക്ഷമിക്കുകയും അവരെ നിത്യമഹത്വം അണിയിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധമായ സ്നേഹിതര വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ടുപോയ എല്ലാവരെയും സ്മരിക്കുന്നു. വിശുദ്ധമായ കൃപയാൽ ഈ ബലി നമുക്ക് സഹായിക്കാൻ രക്ഷിക്കും. സ്വർഗരാജ്യത്ത് നിത്യജീവനം കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുമാരന്റെ ഗ്രഹം വഴി പൂർത്തിയാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്നു എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. പ്രകാരം തന്നെ കാശയെടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്ന് ചെയ്യുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിലവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും വാക്കുതിരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രിയപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച് സ്വരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല.
നിത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ശ്രദ്ധിക്കുന്നു. ദൈവം സ്നേഹമാകുന്നു, ദൈവം കരുണയാകുന്നു. ആ ദൈവസ്നേഹവും ദൈവത്തിന്റെ കാരുണ്യവും അനുഭവിച്ച് പങ്കുവെച്ച വ്യക്തിയാണ്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഒത്തിരിമായിട്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരിടത്തിലെ സ്നേഹബന്ധം, വ്യക്തിബന്ധമുള്ളവരാണ്. അതുകൊണ്ട് ദൈവസ്നേഹവും ദൈവ കരുണയും അച്ഛനിലൂടെ അനുഭവിക്കാൻ സാധിച്ചവരാണ്. നാമെല്ലാം പ്രവചനം പറഞ്ഞതുപോലെ ഓർമ്മപ്പെടുത്തലാണ്. അച്ഛൻ ചെയ്ത കാര്യങ്ങൾ, അച്ഛന്റെ ജീവിതം ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മിലൂടെ അച്ഛന്റെ പ്രവർത്തനങ്ങളിൽ തുടർന്നു പോകണം. അത് അച്ഛനോട് ചെയ്യാൻ ഏറ്റവും വലിയ നന്ദിയുണ്ട്. അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ഇന്ന് തുടരേണ്ടത് നമ്മിലൂടെയാണ്. അച്ഛന്റെ മാതൃക പിന്തുടരുക. അതോടൊപ്പം തന്നെ അച്ഛന്റെ പ്രാർത്ഥന, അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അച്ഛനോട് നാം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം നിത്യ ജീവിതത്തിലെ പ്രത്യാശയിലൂടെയാണ് നാം ജീവിക്കുന്നത്, പ്രത്യാശയുടെ തീർത്ഥത്തോടെ ഇറങ്ങുന്നത്. അങ്ങനെയെങ്കിൽ നാം അച്ഛനെ നന്ദിയോടെ അനുസ്മരിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. കൃതജ്ഞതാ ബലിയാണ് അച്ഛനെ നമുക്ക് നൽകി. തിരുവനന്തപുരം കുടുംബത്തിന്, കർമ്മങ്ങളുടെ യുവതിക്ക്, മുസ്ലിം സമൂഹത്തിന്, ലോകത്തിന് അച്ഛനെ നൽകിയ ദൈവത്തിന് നന്ദി പറയാം. അച്ഛനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഇനിയും അച്ഛന്റെ ജീവിതം അച്ഛന് വ്യത്യസ്തമായ പ്രദാനം ചെയ്യട്ടെ. പ്രവർത്തനം പറഞ്ഞതുപോലെ നമുക്കിനി അവിടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടി മുഖാമുഖം കാണാമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. സന്നിധിയിൽ ഞങ്ങളടയ്ക്കും പ്രാർത്ഥനകൾ ബലികൾ
നീ ബലിനിൻ സന്നിധിയിൽ അർപ്പിച്ചവരാകിലും കരുണയുടെ ഗണമതിലേശ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ സഹോദര വൈദികനെ മറുവാർഷികം ആചരിക്കുന്ന ദിവസത്തിൽ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സ്തുതിക്കപ്പെടുന്നവരും മനുഷ്യരാൽ ആരാധിക്കപ്പെടുന്നവരുമായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം മാപ്പ് തരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും വില്ലകമെന്നും പൊങ്ങി മുഴങ്ങും കാതളനാദം പൂജിതമല്ലോ. മന്ദിവിഴത്തോരവികലമോദം നുകരാമൃതരേ മഹിമാവഴുകും മണവരയെങ്കിൽ ചേർക്കണമീശോ. ജനമേ വിളിക്കുന്നു, കർത്താവേ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തെന്നാൽ പാദങ്ങളുടെ മോതിരം അങ്ങേ പക്കത്തിൽ നിന്നാണല്ലോ. പ്രഭാതം കാത്തിരിക്കുന്ന ആൾക്കാരെ പോലെ ഞാനങ്ങയെ കാത്തിരിക്കുന്നു, ഇസ്രായേലും അങ്ങയെ കാത്തിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും പ്രകാശവുമായ ദൈവം പാപിയുടെ മെരുകിനരുമായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പാപങ്ങൾ കൊടുക്കുന്നവനും കഥാജനുമായ കർത്താവേ, നിങ്ങളുടെ സഹോദര വൈദികന്റെ ആത്മാവിനും ആശ്വാസം നൽകേണ്ടത്. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സർവശക്തനായ ദൈവമേ, ലോകത്തിൽ അങ്ങയെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വർഗത്തിൽ അങ്ങ് സജ്ജമാക്കിയിരിക്കുന്ന മന്ദിരങ്ങൾ എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോർജസിനെയും പരിശുദ്ധന്മാരുടെ നിത്യവസതിയിലേക്ക് സ്വീകരിക്കുമാറാകണമേ. അദ്ദേഹത്തിന്റെ മരണവാർഷികം ആചരിക്കുന്ന എളിയവരായ ഞങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സങ്കീർത്തനം 116:15 നമ്മുടെ പ്രകാരം വായിക്കുന്നു. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. കർത്താവിന് വിശുദ്ധമായ ഒരു മരണത്തിന്റെ ഓർമ്മയുടെ മുമ്പിലാണ് നമ്മൾ വായിക്കുന്നത്. കർത്താവ് മാത്രമല്ല,
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും വിശുദ്ധമായ ഒരു മരണത്തിന്റെ ഓർമ്മയുടെ മുമ്പിലാണ് നമ്മൾ ആയിരിക്കുന്നത്. കാരണം ബഹുമാനപ്പെട്ട ജോർജ് കരിന്തോളിലച്ചൻ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന മാതൃകകൾ നമുക്ക് ഓരോരുത്തർക്കും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നൽകിയിരിക്കുന്ന ശക്തി അത് തന്നെയാണ്. അച്ഛന്റെ ജീവിതം ഒരു ദൈവത്തിന്റെ ദാനമാണ്. ബഹുമാനപ്പെട്ട പോളച്ചൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഓരോരുത്തർക്കും വെല്ലുവിളിയായ ചലഞ്ചായ ദൈവത്തിന്റെ ഒരു ദാനം. ഈ ദാനത്തെ നമുക്ക് നൽകിയതിന് കാർമികനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാനിപ്പോൾ നന്ദിയോടുകൂടി ഓർക്കുക അത്യന്ത്യ ജോർജ് നടത്തി കണ്ടെത്തിയ പിതാവിനെയാണ്. പിതാവിന്റെ രൂപതയായ കോതമംഗലം രൂപതയിലെ ഒരു അംഗമെന്ന നിലയിലല്ല, കോതമംഗലം രൂപതയിലാണ് അച്ഛൻ്റെ വീട് എന്നതുകൊണ്ട് മാത്രമല്ല പിതാവ് ഇന്ന് ഇവിടെ വരുവാനും ഈ ഇതിനെ സംബന്ധിക്കുവാനും മുഖ്യകാർമികനാകുവാനും കരുതൊളിച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനായിട്ടും സന്നദ്ധനായത്. മറിച്ച് പിതാവിന് വളരെ നാളുകളായി ജോർജച്ചനുമായിട്ടുണ്ടായിരുന്ന ആ വലിയൊരു ആത്മീയ ബന്ധം, ആ ഒരു ഇടപിരിയാത്ത ബന്ധമാണ്, സൗഹൃദമാണ് പിതാവിനെ ഇന്ന് ഇവിടെ കൊണ്ടെത്തിച്ചത്. അത് ദൈവപരിപാലനയായി തന്നെ ഞങ്ങൾ കാണുകയാണ്. കാരണം പിതാവിനോട് ഈ ഒരു ആവശ്യം പറഞ്ഞപ്പോഴേ തന്നെ യാതൊരു വഴിയും കൂടാതെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും ഇന്നിവിടെ വരുവാനായിട്ടും വിലയിരുത്തിക്കുവാനായിട്ടും പ്രാർത്ഥിക്കുവാനായിട്ടും പിതാവ് കാലമായി അതുകൊണ്ട് പിതാവിനെ ഇവിടെ ഓരോരുത്തരുടെയും പേരിൽ അതുപോലെ കരപ്രസാദ് പ്രൊഫസിന്റെ പേരിൽ വലിയ നന്ദി അറിയിക്കുകയാണ്. പ്രൊഫൻസിന്റെ പ്രൊഫഷനായ ഷാജി കൊച്ചുകരയച്ചൻ, അതുപോലെ കോഴിക്കോട് സയൻ പ്രൊഫൻസിന്റെ പ്രൊഫഷനായിട്ടിരിക്കുന്ന മാത്യു തെക്കേമറിയച്ചൻ, ഇവർ രണ്ടുപേരെയും കൃത്യമായി ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ബഹുമാനപ്പെട്ട ജോർജത്തിനെ അനുസ്മരിച്ചുകൊണ്ട് ആര് സന്ദേശം നൽകും എന്നൊരു സന്ദേഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം MCDA സഭയിലെ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അച്ഛനെ കുറിച്ച് പറയാനായിട്ട് 100 വാക്കുകൾ, ആരും അച്ഛനെ കുറിച്ച് പറയുവാനായിട്ട് മുമ്പോട്ട് വരും. അപ്പോൾ ഒരു ദൈവനിയോഗം എന്നത് പറയാണ് പെരുക പങ്കച്ചനിലൂടെ ബഹുമാനപ്പെട്ട പോൾ മുണ്ടോലിക്കലച്ചന്റെ പേര് മുമ്പോട്ട് വന്നത്. അച്ഛനിപ്പോൾ നമുക്കറിയാവുന്നതുപോലെ മാനന്തവാടി രൂപതയുടെ ഒരു കത്തീഡ്രലാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കരിന്തോളച്ചന്റെ സഹപാഠി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അച്ഛനുമായിട്ടുള്ള ആ ഒരു വലിയ ബന്ധം, അതുപോലെ അച്ഛന്റെ ആധ്യാത്മികതയുടെ ആഴം എന്താണ്, അച്ഛന്റെ ജീവിതത്തിന്റെ ആധ്യാത്മികതയുടെ രഹസ്യമെന്ന് അച്ഛൻ നമുക്ക് വളരെ മനോഹരമായി ലളിതമായിട്ട് നമുക്ക് പങ്കുവെച്ച് നൽകുകയുണ്ടായി. ഇതേപരം അച്ഛനെ വിശദീകരിക്കുവാനായിട്ട് മറ്റു വാക്കുകളൊന്നുമില്ല. അച്ഛന്റെ പ്രിയ സാന്നിധ്യത്തിനും അച്ഛന്റെ മനോഹരമായ സന്ദേശത്തിനും എല്ലാം ഒത്തിരി നന്ദി പറയുകയാണ്. അതുപോലെ ഇന്ന് വലിയ മുഖ്യ സഹകാർമികനായിട്ടുള്ളത് കരപ്രസാദ് പ്രൊഫൻസിന്റെ തന്നെ പ്രൊഫഷണലായിരുന്ന സൈമൺ ചന്ദ്രൻ അച്ഛനാണ്. അച്ഛനാണ് ഇന്നത്തെ ഈ പരിപാടിയെല്ലാം ക്രമീകരിക്കുവാനായിട്ട് അതിന് എല്ലാവർക്കും ശക്തി പ്രചോദനം നൽകിക്കൊണ്ട് പ്രേരണ നൽകിക്കൊണ്ട് അതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ച അച്ഛനാണ്. അച്ഛന്റെ ആ ഒരു ചടുതിയാർന്ന ആ ഒരു നേതൃത്വത്തിന് വളരെ നന്ദി പറയുകയാണ്. തീർച്ചയായും ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന വൈദ്യരെ ഓർക്കാനായിട്ട് സാധിക്കുകയില്ല. കാരണം അടുത്തുള്ള MCDSന്റെ ആശ്രമങ്ങളിൽ നിന്നും അതുപോലെ MCDSന്റെ അടുത്തല്ലാത്ത ആശ്രമങ്ങളിൽ നിന്നും വളരെയധികം വൈദികര് ഈ ദിവസങ്ങളിൽ വന്നിട്ടുണ്ട്, എനിക്ക് മുമ്പ് വന്നിട്ടുണ്ട്, മായയിൽ സംബന്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു വിശുദ്ധ സാന്നിധ്യത്തിന് കൃത്യമായിട്ട് നന്ദി പറയുകയാണ്. അതുപോലെ അടുത്തുള്ളതും അകലെയുള്ളതുമായിട്ടുള്ള മഠങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അവരെയും ഈ നിമിഷം നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പ്രത്യേകമായിട്ട് ഇനിയും ഓർക്കേണ്ടത് നമുക്കറിയാം, ഇന്ന് നമ്മുടെ ഈ ദേവാലയം വളരെ മനോഹരമായിട്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. നമ്മുടെ അടുത്തുള്ള വനിതാ കോൺവെന്റിന്റെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് അതിനെല്ലാം നേതൃത്വം നൽകിയത്. ഇന്നലെ അവരുടെ സ്കൂളിലെ ശുശ്രൂഷകൾക്ക് ജോലികൾക്കെല്ലാം ശേഷം അവർ 5 തൊട്ട് 9 വരെ ആയിരുന്നുകൊണ്ട് എല്ലാം വളരെ മനോഹരമായിരിക്കുവാണ് ഇവരെ അത്താരെയും അതുപോലെ തന്നെ അവരെ മനോഹരമാക്കുവാനായിട്ട് അവർ വളരെയധികം കഷ്ടപ്പെട്ടു. അവരുടെ ആ ഒരു നിസ്വാർത്ഥമായ സേവനം വളരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്യുവാനായിട്ടുള്ള എല്ലാ സൗകര്യവും സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് ലഭിക്കുന്നു. നിങ്ങളുടെ എന്നും കാണിക്കുന്ന ആ ഒരു സഹകരണത്തിന് സ്നേഹത്തിന് വളരെയധികം നന്ദി നിമിഷം അറിയിക്കുകയാണ്. അതുപോലെ ഇന്ന് നമുക്കിന് ശേഷം ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും അജോച്ചിന്റെയും നോണേച്ചിന്റെയും നേതൃത്വത്തിൽ നമ്മുടെ ഇവിടെയുള്ള സ്റ്റാഫ് അവരെ ഈ ദിവസങ്ങളിൽ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു. അവരുടെ നിസ്വാർത്ഥമായ സേവനം ഇപ്പോൾ പ്രത്യേകമായിട്ട് കൊടുക്കുകയാണ്. പ്രത്യേകമായിട്ട് സജി, അതുപോലെ ബിന്ദു, അലിസ, ജോൺസൺ, ഇങ്ങനെയുള്ളവരെ എല്ലാവരും പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ അന്യമായ പേര് പറയാം. പഠിക്കുന്ന കുറച്ച് പേരുകളുണ്ട്. അവരെല്ലാവരെയും ഈ നിമിഷം ഞങ്ങളുടെ കൊടുത്തതിലവരെല്ലാവരും അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ആശ്രമത്തിന്റെ ആരംഭം മുതൽ ഈ ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേരുണ്ട്. അയൽവക്കക്കാരായിട്ടുള്ളവരുണ്ട്, അവരിൽ നിന്ന് വരുന്നവരുണ്ട്. അവരെ ഇവിടെ ധ്യാനം നടക്കുമ്പോൾ ആദ്യകാലം മുതൽ നമ്മുടെ ശുശ്രൂഷകൾ വളരെ കാര്യമായി സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും പങ്കുവെക്കുകയും
ചെയ്തിട്ടുള്ളവരാണ്. അവരെന്തിനും ഉത്സവം മുതൽ ഇവിടെ കളിക്കറിയാനും അതുപോലെ മറ്റെല്ലാ ശുശ്രൂഷകളും സഹായിക്കുവാനായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഈ ആശ്രമത്തെ കുറിച്ചുള്ള സ്മരണകളൊക്കെ അയവിറക്കുന്നുണ്ട്. അതുപോലെ ജോർജനുമായിട്ടുള്ള ആ ഒരു ഓർമ്മകളെല്ലാം അവരുടെ മനസ്സിൽ നിന്നും അയവിട്ടുണ്ട്. അതുപോലെ ജോർജിന് വേണ്ടിയിട്ട് അവർ മൊത്തത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അവർ ജോലി ചെയ്യുകയുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സഹകരണം ഇന്നും MCS ആശ്രമത്തോട് കാണിക്കുന്ന, അതുപോലെ MCS വൈദികരോട് കാണിക്കുന്ന നിങ്ങളുടെ ആ ഒരു സഹകരണത്തിന് നിസ്വാർത്ഥമായ ആ ഒരു മനസ്സിൽ എല്ലാവരുടെയും പേരിൽ വളരെ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ഈ വചനവേദിയിൽ ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെല്ലാം തവണ വചനവേദിയിൽ പ്രവേശിക്കുമ്പോഴും എന്റെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത് ജോർജൻ പകർന്നു വന്ന വാക്കുന്ന ഈ ഒരു ശക്തിയുടെ വചനമാണ്. ആ വചനം പറഞ്ഞ് അച്ഛനെ തലയിൽ കൈവച്ച് ഒന്ന് ആശീർവദിച്ചു. അന്ന് കിട്ടിയൊരു ശക്തി. ഒരുപക്ഷെ ഇന്ന് ഇത്രയും പേര് ഇവിടെ കൂടിയിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണം ജോർജൻ പല അവസരങ്ങളിൽ പല സമയങ്ങളിൽ നിങ്ങൾക്ക് പകർന്നു തന്ന വചനത്തിന്റെ ശക്തി. ആ ശക്തിയോടുകൂടി മുമ്പോട്ട് പോകുവാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഊർജ്ജമായിട്ട് മാറി. അത് നിങ്ങൾക്ക് സഹായമായി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു പുതിയ വെളിച്ചമായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കും. ഇതിലൂടെ കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല മരണത്തിന് ശേഷവും അവർക്ക് ലഭിച്ചിരിക്കുന്ന, അച്ഛനിലൂടെ ലഭിച്ചിരിക്കുന്ന ആ ദൈവ കൃപകളുടെ ദൈവാനുഗ്രഹം അതവർ എണ്ണി പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇവിടെയുള്ള അച്ഛന്മാരും ഭൂമിയുടെയും അനാഥയുമൊക്കെ പങ്കുവെക്കുന്നത് ഞാൻ മനസ്സിലാക്കുകയുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഈ സാന്നിധ്യത്തിന് കാരണം അച്ഛനോടുള്ള ഒരു സ്നേഹം എന്നതിനേക്കാളായിട്ട് അച്ഛൻ നിങ്ങൾക്ക് എന്തായിരുന്നു അതാണ് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ കാണിക്കുന്നത്. ഈ വലിയ മനോഹരമായ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പ്രകാശനം നമ്മൾ നടത്തുന്നതായിരിക്കും. നമുക്കറിയാം, അച്ഛനെ കുറിച്ച് തിരുത്തി ഓർക്കുക. അച്ഛനോടടുത്ത് കഴിഞ്ഞത് തീർച്ചയായും അച്ഛന്റെ കുടുംബാംഗങ്ങളാണ്. അച്ഛന്റെ കുടുംബാംഗങ്ങളുടെ ഭാഗത്തു നിന്നും അതുപോലെ സഭയിലെ വൈദികരുടെ ഭാഗത്തു നിന്നുമെല്ലാം അവരുടെ ഓർമ്മക്കുറിപ്പുകൾ ആ പുസ്തകത്തിലുണ്ട്. അതെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാൻ വെച്ച വളരെ മനോഹരമായ ഒരു പുസ്തകം രചിച്ചുകൊണ്ട് അതിന്റെ പ്രകാശനമാണ്. ഈ അവസരത്തിൽ കഴിഞ്ഞ അച്ഛന്റെ കുടുംബാംഗങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതിനകത്ത് വൈദികരുടെയും ഇതിനെ കുറിച്ച് വൈദികരല്ലാത്തവരുടെയും അനുഭവമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അറിഞ്ഞപ്പോഴാണെങ്കിൽ കേട്ടപ്പോൾ അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറയും, ഇതിനേക്കാളും വലിയ അനുഭവങ്ങൾ ഞങ്ങൾക്കും പറയുവാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്കും എഴുതുവാനായിട്ടുണ്ട്. ഇത് ഈ അനുഭവങ്ങളുടെ അവസാനം ഇതിന്റെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും നിങ്ങളുടെ അനുഭവങ്ങൾ ചേർത്ത് തീർച്ചയായും ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ആലോചനം അതിനുള്ള പരിശ്രമത്തിലുമാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുകയാണ്. കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ പ്രസിദ്ധീകരിക്കുകയാണ്. ഇങ്ങനെ ഈ പുസ്തക പ്രഭാഷണം പ്രവേശിക്കും. കരുതലുള്ളച്ഛന്റെ കുടുംബാംഗങ്ങളും സ്നേഹിതരും അച്ഛനിൽ നിന്ന് പ്രാർത്ഥനയും അനുഗ്രഹവും ആശ്വാസവും ലഭിച്ചപ്പോൾ മാത്രമാണ് ഈ ഹോളിന്റെ ഉള്ളിലുള്ളത് എന്ന് എനിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അധികം സമയമെടുക്കാതെ തന്നെ തോളച്ച പറഞ്ഞതുപോലെ ഇത് ഒരു അനുഭവം എന്താണ്, ഒരുപാട് അനുഭവങ്ങൾ ചേർന്ന ചെറിയ ഒരു പുസ്തകമാണ്. ഒരു 2 മാസം മുമ്പാണ് ഇതിന്റെ വർക്കുകൾ തുടങ്ങിയത്. ഇതിനു വേണ്ടിയിട്ട് അനുഭവങ്ങളും ആശംസകളും സന്ദേശങ്ങളും ഒക്കെ നൽകിയിരിക്കുന്നവര് അത് വെറും ആലോചിച്ചിരുന്ന് എഴുതി ചിട്ടപ്പെടുത്തിയതൊന്നുമല്ല, മറിച്ച് ജോർജനെ കുറിച്ച് ഓർത്തപ്പോൾ അവരുടെ മനസ്സിൽ വന്നത് മാത്രമാണ് അവർ എഴുതി തന്നിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് വായിച്ച് പോകുമെന്നത് മനസ്സിലാവും. ഇന്ന് അച്ഛനെ അറിഞ്ഞവർ മാത്രമാണ് അച്ഛന്റെ സംസ്കാര ചടങ്ങിലും ഇന്ന് 1ാം വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ നമുക്കറിയാം. ഇനി ഈ പുസ്തകവും ഒരുപാട് പുസ്തകങ്ങൾ ഇനി അച്ഛന്റെ പേരിൽ ഇറങ്ങാനുള്ളതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇത് എന്ന് കൃത്യമായിട്ട് അറിയാം. ഇനി ഇങ്ങോട്ട് വരുന്ന വാർഷിക ദിനങ്ങളിലും വരും ദിവസങ്ങളിലും ഒക്കെ ഇങ്ങോട്ട് കടന്നു വരേണ്ടത് അച്ഛനിലൂടെ പ്രാർത്ഥിച്ചും നമ്മളൊക്കെ അതിന് കാരണമാകണം എന്നുള്ളതാണ് ഒരു ആഗ്രഹവും പ്രതീക്ഷയും പ്രത്യാശയും. ഇതിന് വേണ്ടിയിട്ട് സഹായിച്ചവര് ആദ്യമേ തന്നെ ഇതിന് അനുവാദം നൽകിയ ബഹുമാനപ്പെട്ട പ്രോത്സാഹനത്തിനോട് ആത്മാർത്ഥമായ നന്ദി സൂചിപ്പിക്കുകയാണ്. പ്രോത്സാഹനവും പ്രചോദനവും നൽകി ഇക്കാര്യം പറഞ്ഞപ്പോൾ തന്നെ വേണ്ട സഹായ സഹകരണമൊക്കെ വാഗ്ദാനം ചെയ്തു ബഹുമാനപ്പെട്ട പ്രോത്സാഹനത്തിന് സേനച്ചരത്തിന് ആത്മാർത്ഥമായ നന്ദിയും സ്നേഹവും പറയുകയാണ്. ഒപ്പം തന്നെ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ ധന്യ പിതാവ് വളരെ ആകസ്മികമായിട്ടാണെങ്കിൽ പോലും അച്ഛന്റെ മാതൃരൂപതയുടെ രൂപത അധ്യക്ഷൻ തന്നെ ഇന്നത്തെ ആദ്യ വാർഷിക ദിനത്തിൽ വിശുദ്ധ വിലർപ്പിക്കാനും സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിക്കാനും ഉണ്ടായി എന്നുള്ള വലിയ അനുഗ്രഹത്തിന്റെയും അനുഭവത്തിന്റെയും നിമിഷങ്ങളാണ്. അപ്പോൾ പറഞ്ഞതുപോലെ ഇനി ഇറങ്ങാൻ പോകുന്ന ഇതിന്റെ 2ാം പതിപ്പിലുമൊക്കെ അത് അത്ഭുതങ്ങൾ മാത്രം അച്ഛനോടെ ലഭിച്ച അത്ഭുതങ്ങളുടെയും കഥകൾ ഒരുപാട് പേര് ഞങ്ങളെ അച്ഛന്മാരെ വിളിച്ചു പറയുന്നതിൽ ആ വിളിച്ചു പറഞ്ഞതിൽ പറയുന്ന ഒട്ടനവധി പേര് ഇന്ന് ഈ ഹോളിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് നമുക്ക് സത്യമായിട്ടുള്ള കാര്യമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത വരുന്ന ഒരു സ്ഥലത്തിന്റെ താളുകളിൽ പിതാവിന്റെയും പേര് അനുഭവങ്ങളുടെയും അച്ഛനുമായിട്ടുള്ള ചങ്ങാത്തത്തിന്റെയും ഒക്കെ അനുഭവങ്ങൾ ആ പുസ്തകത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയാണ്. പിതാവിന്റെ സാന്നിധ്യത്തിന് പിതാവിന്റെ പ്രാർത്ഥനയ്ക്കും ആത്മാർത്ഥമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രൊഫഷണൽമാർ ഷാജിയച്ചനും മാത്യച്ചനോടൊപ്പമുണ്ട്. അച്ഛന്മാരുടെ പ്രോത്സാഹനവും അവരൊക്കെ കൂടെ കൂട്ടുകാരും കൂടെയും തന്നെ പഠിപ്പിച്ച അധ്യാപകരും ഒക്കെ അവരുടെ പ്രോത്സാഹനവും ഒക്കെ മുതൽ ഉണ്ട്. അത് ഇന്നും തുടരുന്നു. ബഹുമാനപ്പെട്ട പ്രോത്സാഹന്മാർക്ക് ആത്മാർത്ഥമായ നന്ദി സ്നേഹം വഹിക്കുകയാണ്. തന്നെ ചില കാഴ്ചക്കാരിൽ നിന്ന് അതിന് സ്നേഹസംബന്ധമായി അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ചില ആത്മാർത്ഥമായിട്ട് നന്ദിയും സ്നേഹവും തുളസിന്റെ പേരിൽ ചെറുപ്പെടുന്നവരെ അറിയിക്കുകയും അതുപോലെ തന്നെ ഇന്ന് ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചവരുടെ പേര് പെട്ടെന്ന് പറയുക വെറുതെ അല്ല, പെട്ടെന്ന് സമയമെടുക്കാതെ പറയുകയാണ്. സന്ദേശം നൽകിയ തിരുവന്നിയ ഇലവന പിതാവും ജോസഫ് അരിച്ചാട പിതാവുമാണ്. രണ്ട് പിതാക്കന്മാർക്കുള്ള ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുന്നു. ഒപ്പം തന്നെ ആശംസകൾ നേരുന്ന ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ വൈകടച്ചൻ FCBS സഭയുടെ ജനറലച്ചനാണ്. പിന്നെ FCBS പരപ്രസാദ് ഗോൾസിന്റെ പുരുഷാലച്ചൻ സൈമൺ ചെറുമേലച്ചൻ. ഒപ്പം തന്നെ അനുഭവങ്ങൾ അക്ഷരങ്ങളാക്കിയവര് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാർ, ബേബി ജോൺ കരിനാനി, ഫാദർ ജോസ് പീരിയപ്പൻ FCBS, ഫാദർ ജോയി ചിറ്റേരിൽ FCBS, അച്ഛന്റെ സഹോദരൻ ജോഡി എഴുതോളിൽ, ഫാദർ ഫ്രാൻസിസ് കുര്യൻ FCBS, ഫാദർ സൈജു പൈനാട് FCBS, ഞങ്ങളുടെ ജനറൽ കൗൺസിലർ ഫാദർ ജെയ്സൺ കുന്നേൽ FCBS, പിന്നെ സിസ്റ്റേഴ്സിന്റെ പ്രതിനിധിയായ സിസ്റ്റർ അനു വർഗീസ് SJSM, പിന്നെ സെബാസ്റ്റ്യൻ കോളിക്കർ FCBS. ഇത്രയും പേരാണ് അവരുടെ അനുഭവങ്ങൾ അക്ഷരങ്ങളാക്കി എഴുതി തന്ന് സഹായിച്ചത്. അതിൽ അച്ഛനും ചെഞ്ചേരിയച്ചനും പ്രിയതച്ചനും ഏറ്റവും പ്രിയപ്പെട്ട ബേബിജോൺ കരിനാനി ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരൊക്കെ സാന്നിധ്യമുള്ള പ്രാർത്ഥനകളൊക്കെ ഇവിടെ പ്രാർത്ഥന അറിയിക്കും. പ്രത്യേകിച്ച് ജോസ് സാർ എല്ലാവരും സ്നേഹാന്വേഷണം അറിയിക്കാൻ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ അറിയിക്കാൻ അറിയിച്ചിട്ടുണ്ട്. ഇനി പുസ്തകത്തിന്റെ തൊട്ട് മുമ്പ് അതിനോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ഒരു സോബിൻ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് എന്റെ പേര് നമ്പർ കണ്ടെത്തിയതും. ഇന്നത്തെ ദിവസം ഒന്നുകൂടി അവരുടെ മുമ്പിൽ ഇത് എഴുതുള്ളച്ഛന്റെ പ്രാർത്ഥനകളും സാന്നിധ്യം കൊണ്ടും അച്ഛന്റെ ആത്മീയ പിതൃത്വം കൊണ്ടും ലഭിച്ച അനുഗ്രഹമാണ് എന്ന് എല്ലാവരും മുമ്പാകെ വിളിച്ച് പറയണം എന്ന് എന്നോട് പ്രത്യേകമായ ആവശ്യത്തിന്റെ പേരിലാണ് പറയുന്നത്. അച്ഛൻ മരിക്കുന്നതിന് 10 ദിവസം മുമ്പ് ഈ സോരഞ്ചേട്ടന്റെ മകൻ ആബൽ സെബാസ്റ്റ്യൻ, ഈ ജോലിക്ക് നീ അപേക്ഷിക്കേണ്ട, 1 വർഷത്തിനുള്ളിൽ ഗവൺമെന്റ് ജോലി, അമേരിക്കയിൽ തന്നെ ഗവൺമെന്റ് ജോലി ഉന്നതമായിട്ടുള്ള ഒരു നിലയിലുള്ള ജോലി കിട്ടും. അതുകൊണ്ട് അന്ന് അപേക്ഷിക്കാനുള്ള ജോലിക്ക് നീ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പറഞ്ഞു. അച്ഛൻ നവവാർഷികം ആചരിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അണ്ടർ US ഫെഡറൽ ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് മെസ്സേജാണ്. ഈ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ സുപ്രീം പോസ്റ്റ് ആയിരിക്കുന്നത് നമ്മുടെ ട്രംപാണ്. അദ്ദേഹത്തിന്റെ സുപ്രീം പോസ്റ്റ് അത്രയും ഉന്നതമായിട്ടുള്ള ഒരു ജോലി ആണ് 23ാമത്തെ വയസ്സിൽ ഈ മകന് ലഭിച്ചിരിക്കുന്നത്. ഇത് അമേരിക്കക്കാരുടെ മാത്രം അനുഭവ കഥയല്ല. ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അച്ഛനിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങളും ലഭിക്കുന്ന അനുഗ്രഹങ്ങളും ഒരുപാട് ഉണ്ട് എന്നറിയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇനിയുള്ള പുസ്തകം അനുഭവങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും ഒരു കലവറയായി. ഇതൊരു ചെറിയ പുസ്തകമാണ്. 82 പേരിൽ ഉൾപ്പെടുന്ന ഈ പുസ്തകത്തിൽ ഒരുപാട് വർഷങ്ങൾ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ജോർജിലൂടെ കുർബാനയിലേക്ക് എടുക്കാനും നമ്മെ സഹായിക്കുന്നതാണ്. എന്റെ ചിന്തകളെല്ലാം ഇതിൽ എഴുതിയിരിക്കുന്ന ചിന്തകളും അനുഭവങ്ങളും. അപ്പോൾ ഈ പുസ്തകത്തെ കൂടുതൽ പരിചയപ്പെടുത്താനും നമുക്കറിയാം, നമ്മളെല്ലാവരും രാവിലെയൊക്കെ നമ്മൾ കേൾക്കുന്നതും നമ്മുടെ പള്ളികളിൽ പാടുന്നതും ചെറുപ്പകാലം മുതൽ നമുക്ക് കുട്ടികൾക്ക് പാടി പ്രാർത്ഥിക്കുന്ന പാട്ടിന്റെയൊക്കെ രചയിതാവും എങ്ങനെയാണ് പരിചയം എനിക്ക് അറിയത്തില്ല. കാരണം ഒരു കലാകാരനാണോ കലാകാരനാണ്, അതോടൊപ്പം തന്നെ ഒരു വചന പ്രഘോഷനാണോ വചന പ്രഘോഷനാണ്, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ കൂട്ടുകാരൻ. സിനിമയിലേക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചെന്ന് പറഞ്ഞു. എന്റെ തൂലിക ക്രിസ്തീയ ഭക്തിഗാനത്തിന് മാത്രമാണ് ഞാൻ ചലിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇന്നും അതിൽ അടിസ്ഥാനമിട്ടുകൊണ്ടും ക്രിസ്തുവിന്റെ വിശുദ്ധ കുർബാനയെ കുറിച്ചും മാതാവിനെ കുറിച്ചും ഒക്കെ മാത്രം പാട്ടുകൾ എഴുതാനായിട്ട് തൊഴിൽ ചലിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ബേബി ജോൺ കരിനാനി വലിയ ആദരവോടും സ്നേഹത്തോടും കൂടി അച്ഛന്റെ പുസ്തകം നമ്മെ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആദ്യമായ കോൺഫറൻസന്മാരെ, ബഹുമാനപ്പെട്ട സ്നേഹവൈദികരെ, സഹോദരന്മാരായ സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട എറുതോളിൽ അച്ഛന്റെ സ്നേഹ കുർബാനകളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിറ മനസ്സോടും നിറ കണ്ണുകളോടും കൂടിയാണ് ഈ വേദിയിൽ ഞാൻ അയക്കുക. ഇത് പ്രിയപ്പെട്ട സ്നേഹാത്മാവ് എറുതോളിൽ അച്ഛന്റെ സ്നേഹവാത്സല്യത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഞാൻ കാണുക. കാരണം ഇതേ വേദിയിൽ കുറെ വർഷങ്ങൾ ബഹുമാനപ്പെട്ട ജോബൻ കൊച്ചിനെ അച്ഛനോടൊപ്പം ബഹുമാനപ്പെട്ട ജോയി ചെഞ്ചേരി അച്ഛനോടൊപ്പം ഇത് കാരണം അനുഭവത്തിൽ ധ്യാനത്തില് വലിയ രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ധ്യാനവേളയിൽ പരിശുദ്ധ അമ്മയെ കുറിച്ച് പ്രഘോഷിക്കാനാണ് എന്റെ നിയോഗം. 1 തവണ പ്രിയപ്പെട്ട പ്രിയങ്കരനായ കരോളച്ചൻ ആ ടോപ്പുകളൊക്കെ അച്ഛനെ എടുത്ത് പറഞ്ഞു, ഏറ്റവും സുഗമമായ ദൈവസ്നേഹ വഴിത്താരെയാണ്, ദിവ്യകാരന്റെ വഴിത്താരെയാണ് പരിശുദ്ധ അമ്മ.
പരിശുദ്ധ അമ്മയെ മുറുകെ പിടിക്കാതെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ദിവ്യകാരുണ്യ അനുഭവമാകുകയാണ്. പരിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ പരിശുദ്ധ അമ്മയാൽ അത് പതിപ്പിക്കപ്പെടണം. അമ്മ പഠിപ്പിക്കണം. അതുകൊണ്ട് വേഗം ശരീരം തുറന്നുകൊള്ളുക, മാതാവിനെ ഉദ്ഘോഷിച്ചുകൊള്ളുക, അമ്മയുടെ മഹത്വം വർണ്ണിച്ചുകൊള്ളുക. അങ്ങനെ 2003 ഞാൻ ഈ ശാബം ടി വിയുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അപ്പൊ ശാബം ടി വിയിൽ ഒരു ധ്യാനം നടക്കുകയാണ്. എന്തുകൊണ്ട് അച്ഛനാണ് ധ്യാനം നയിക്കുന്നത്. അപ്പൊ അവിടെ അച്ഛനുമായി കുറെ സ്നേഹ സംഭാഷണം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു, വേഗിച്ച് ഞാൻ കൊന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷേ ധ്യാനം കഴിയുമ്പോൾ അച്ഛൻ തിരക്കപ്പെട്ടു പോയി, കൊന്ന തന്നില്ല. പിന്നീട് ചെന്നായിപ്പാറ ആശ്രമത്തിൽ വെച്ച് വീണ്ടും അച്ഛൻ കിടന്നു. ഞാൻ അച്ഛ അന്ന് പറഞ്ഞു കൊന്ന, വേഗിച്ച് തന്നില്ല അല്ലേ എന്ന് പറഞ്ഞു. അന്നും അച്ഛനത് പറഞ്ഞു. പിന്നെ പാലായി CH സ്റ്റേഷന്റെ കൊടുപിടിയിലുള്ള ധ്യാനം വെച്ച് വീണ്ടും അച്ഛൻ കാണാനായി. കണ്ടതേ അച്ഛൻ പറഞ്ഞു, വേവിച്ച കൊന്ന, ഇന്ന് ഞാൻ വേവിച്ച് കൊന്ന തരും എന്ന് പറഞ്ഞു. പക്ഷേ അന്നും കൊന്ന തന്നില്ല. അച്ഛൻ തിരക്കപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, വർഷങ്ങൾ കഴിഞ്ഞു. അച്ഛൻ നിത്യനിദ്രയിലേക്ക് വിളിക്കപ്പെട്ടു. പിന്നീട് അച്ഛന്റെ ഓർമ്മകൾ മാത്രം. എന്നാൽ എനിക്ക് എന്നെ മാറ്റിമറിച്ച ഒരു അത്ഭുതകരമായ അനുഭവം മറ്റൊന്നുമല്ല. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം ഡിവൈൻ ധ്യാനത്തിൽ വെച്ച് ഞാൻ ബഹുമാനപ്പെട്ട ആലോചന പറഞ്ഞു, ഞാൻ വലിയൊരു ഗാനരചിതാവാണ്, അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. പാട്ടാണ്. ആ പാട്ട് ക്ലാസ് ചെയ്തു. ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പൊ ആലോചനമാണ് 2 വാക്കുകളൊക്കെ പറഞ്ഞു. അങ്ങനെ ആ വേദിയിൽ, ആ വചന വേദിയിലോട് എനിക്ക് തോന്നി, ഇവിടെ ശരീരം തുറന്നുള്ള പ്രയാണത്തിലേക്ക് ഒരു കരുത്ത് കിട്ടാൻ ആ വചനവേദിയിൽ വെച്ചൊരു പ്രസംഗം കിട്ടണമെന്നല്ലേ. അപ്പൊ മലയാളത്തിനും ഈ ആലോചനം കൂടി എനിക്ക് ബസ് ചെയ്തു. ഇങ്ങനെ പ്രാർത്ഥിച്ച വചനവേദി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാനിങ്ങനെ കൈ പിടിച്ചിരിക്കുക. എന്റെ ഈ കാര്യങ്ങളും നിർത്തിയിട്ട് ആലോചന പറഞ്ഞു, ലേഖിച്ച ഒരു സമ്മാനമുണ്ട്. അത് മറ്റൊന്നുമല്ല, കരുത്തോടച്ഛൻ അവസാനമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ജപമാല, അത് വേവിച്ചത് സമ്മാനമായി തരാൻ ഞാൻ മനസ്സാകുന്നത്. എന്റെ കണ്ണുകൾ മനസ്സിൽ ചിന്തിക്കാൻ പറ്റില്ല. കാരണം ആ വാത്സല്യ തണല് പലതവണ മറന്നു പോയിട്ടും ഈ കുഞ്ഞു ഹൃദയത്തോട് വാത്സല്യത്തോടെ കരുതി വെച്ചു വേവിച്ച ഇപ്പോൾ ഞാൻ വന്നതല്ലേ, ഇതാണ് എന്റെ സമ്മാനം. ഒരുപാട് ഈ MCBS തന്നെ ഈ ഗാനരചനകൾ പ്രവർത്തിക്കുന്നവരാണ്. ഇത്ര ചെറുതാകാൻ എത്ര വളരെയണം ജനകോടിയിൽ ഏറ്റുപാടിയ ഗാനങ്ങളുടെ ഒക്കെ നിറവ് നമുക്ക് അനുഭവമാകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇത് നിങ്ങൾക്കെല്ലാം ഉള്ള അനുഭവങ്ങളുടെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതുപോലെ അനുഭവങ്ങളുടെ ഒരുപാട് നിറവ് ഇനിയും വരാനിരിക്കുകയാണ്. അപ്പൊ കരുണയുടെ കരം ഇതിന് നനുത്ത കുറെ അനുഭവങ്ങൾ ഹൃദയത്തിൽ നിന്ന് കുറിച്ച് വെച്ചതാണ്. അത് തീർച്ചയായും നിങ്ങൾ ഓരോരുത്തർക്കും അനുഭവമാകും. നമുക്ക് സുഖത്തിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ അച്ഛൻ കൂടുതൽ കൃപയും അനുഗ്രഹവും തരുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഉറപ്പാണ്. കാരണം ദിവ്യകാരണത്തോടെ ചേർന്നിരുന്നവരാരും സ്വർഗം പോകാൻ നിന്നിട്ടില്ല. ആ ദിവ്യകാരണ ചൂട് അനുഭവിച്ച് മാതൃക നൽകി അഭിവൃദ്ധി പിതാവോടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? അച്ഛൻ ചെയ്തു വെച്ചത് ഇനി അത് നമ്മൾ തുറന്നോട് പോകേണ്ട ദൗത്യം. പ്രത്യേകിച്ച് ആഗ്രഹരായ MCBS ദിവ്യകാരുണ്യ കോൺഗ്രിഗേഷൻ ഈ കാലഘട്ടത്തിൽ വളരെ വിപ്ലവകരമായ ഒരു ദൗത്യമാണ്. കാരണം പരിശുദ്ധ കുർബാനയെ കൂടുതൽ തീവ്രതയോടെ, തീഷ്ണതയോടെ, പ്രവാചക ദൗത്യത്തോടെ പ്രഘോഷിക്കുക, പ്രചരിപ്പിക്കുക. കാരണം അത്രമാത്രം വെല്ലുവിളിയുടെ കാലഘട്ടമാണല്ലോ ഈ കാലഘട്ടം. സഭയും സമൂഹവും ഒക്കെ ഒരുപാട് വെല്ലുവിളി നേരിടുകയാണ്. ഇവിടെ ഒരേ ഒരു ഉത്തരം, ഏത് പ്രശ്നങ്ങൾക്ക് ഒരേ ഒരു ഉത്തരം പരിശുദ്ധ ദിവ്യകാരുണ്യം മാത്രമാണെന്ന് ആദരനായ കരുത്തോൾ അച്ഛൻ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെയൊക്കെ നമുക്ക് പ്രദാനം ചെയ്തു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയാൻ ഞാൻ ആളല്ല. കാരണം ഇത്രയും മഹനീയമായ വ്യക്തിത്വത്തെ കുറിച്ചൊക്കെ പറയാനുള്ള പ്രാപ്തിയും എനിക്കായിട്ടില്ല. ഒരിക്കൽ കൂടി ഈ ഗ്രന്ഥം ജനകോടികൾക്ക് അനുഗ്രഹവും അഭിഷേകവുമായി മാറുക. ഈ കരുത്തോൾ അച്ഛന്റെ ആ സ്നേഹത്താൽ അനേക ഹൃദയങ്ങൾക്ക് സ്നേഹം മധ്യസ്ഥമായി മാറുവാനുള്ള എല്ലാ കൃപയും അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ വായിച്ചു തന്നെ ഇതിന്റെ ഉള്ളടക്കങ്ങൾ തിരിച്ചറിയണമേ എന്ന് ഓർമ്മിച്ചുകൊണ്ട് സ്നേഹത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ നല്ല ദൈവത്തിനും എന്നെ സ്നേഹത്തോടെ ക്ഷണിച്ച എന്റെ കരുത്തോൾ അച്ഛന്റെ സ്നേഹാത്മാവിനും അഭിവൃദ്ധി പിതാവിനും സ്നേഹ ഹൃദയങ്ങൾക്കും ഒത്തിരി സ്നേഹത്തോടെ, പ്രത്യേകിച്ച് ആലോചനും ഒക്കെ സ്നേഹവും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടെ, നന്ദിയോടെ, പ്രാർത്ഥനയോടെ നിർത്തുന്നു. അഭിനയ പിതാവിനെയും ശാസ്ത്രമാരെയും നമ്മൾ ക്ഷണിക്കുകയാണ്.
ഇവിടെ ഇന്ന് ആരോഗ്യകാരണ അച്ഛനെ അയച്ചു വന്നിട്ടില്ല. കുടുംബത്തെ പരിഹരിച്ചുകൊണ്ട് എഴുതി നടത്തുവാൻ ജോലി പ്രധാന ക്ഷണിക്കുകയാണ്. പിതാവിൽ നിന്ന് ആദ്യ കോപ്പി സ്വീകരിക്കാൻ. കരുണയുടെ കരം നല്ലൊരു കൈമാണ്. ദൈവകരുണ നേരെ ആവശ്യമുള്ള ഒരു സാഹചര്യത്തില് കരുണയുടെ ആരംഭമായിട്ട് അച്ഛൻ ജീവിച്ചു. ഈ കരുണ ഇന്ന് ലോകം ഏറെ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അച്ഛന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് അനേകം പേര് ദൈവസന്നിധിയിലേക്ക് അണിയിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഇരിക്കുവാനും അതോടൊപ്പം തന്നെ ആ വിശ്വാസം പ്രദർശിക്കുവാനും കരുത്ത് കിട്ടിയത് അച്ഛന്റെ മാതൃകയും പ്രാർത്ഥനയും ഉപദേശവുമാണ്. ഇന്ന് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴും നമുക്ക് നന്ദിയുണ്ട്. ഇത് ആൻഡോ ഒരു ദിവസമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ എല്ലാവരുടെയും സഹകരണത്തോടെ ചെയ്തതാണ്. ഇനി ഇതിന്റെ അടുത്ത ബാല്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രതീക്ഷയുണ്ട്. ഇന്ന് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അനേകർക്കുള്ള അനുഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അച്ഛനിലൂടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതിന്റെ സാക്ഷ്യങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നല്ല ഒരു പരിവർത്തനത്തിനെ മാതൃകമായി ജീവിച്ച് അനേകർക്ക് ദൈവാനുഗ്രഹം പ്രദാനം ചെയ്ത് അനേകം ദൈവത്തിലേക്ക് ആനയിക്കുവാൻ അച്ഛന് സാധിച്ചു. നമ്മുടെ ഇടയിൽ നിന്നും അങ്ങനെ ഒരു പുരോഗതി ദൈവം നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. ആ സമ്മാനത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അച്ഛന്റെ മാതൃകയും അച്ഛന്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൗത്യം നമുക്ക് എടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുന്നു. പിതാവിനും ഇവിടെയുള്ള അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും സ്നേഹിതർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ ചെറിയ ഈ ഉദ്യമത്തിന് ഇത്രയും വലിയ ഒരു ജനസാന്നിധ്യം കരുണയുള്ള ചില മാധ്യസ്ഥതയുടെ തന്നു എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അത് ഏറ്റുപറയുന്നു. ഇനിയും അച്ഛനിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കുടുംബങ്ങളിലേക്ക് ഉണ്ടായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പുസ്തകം കരിന്തോളിച്ചൻ കരുണയുടെ കരം എന്നാണ് ഈ പുസ്തകം നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്നതിന് അവിടെ സ്റ്റാളിട്ടുണ്ട്. വില പറയുന്നതോ അല്ലെങ്കിൽ അച്ഛനിലൂടെ ഈ അച്ഛന്റെ ഈ പുസ്തകത്തിൽ കിട്ടുന്ന എന്തെങ്കിലും കിട്ടുകയാണ് എങ്കിൽ അതുകൊണ്ട് അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന സോഷ്യൽ വർക്ക് കാര്യങ്ങൾ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് പല രീതിയിലും പലരും സഹായിക്കുന്നുണ്ട്. അപ്പോൾ 120 രൂപ ഇതായിട്ടുണ്ട്. ഇന്ന് സാധിക്കുന്നത് 100 രൂപയ്ക്ക് കിട്ടും. ഞാനങ്ങനെ പൈസ ഇല്ലെങ്കിൽ പോലും അത് കുടുംബത്തിലെ ഒരു പുസ്തകമെങ്കിലും നമ്മൾ പറഞ്ഞ് കൈപ്പറ്റി പോകണം എന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു. എല്ലാവരും പ്രത്യേകിച്ച് അച്ഛനും ടീമിനും എല്ലാവർക്കും ആത്മാർത്ഥമായി നന്ദി സന്തോഷം. കരിന്തോളിച്ചനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാൻ ശരിക്കും യോഗ്യനായ വ്യക്തി എൻ്റെ അച്ഛനെ. കാരണം കരിന്തോളിച്ചന്റെ അവസാന കാലഘട്ടങ്ങളിൽ അച്ഛനോട് ഒപ്പം ഉണ്ടായിരുന്നത് കൗൺസിലറായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം തീർച്ചയായിട്ടും അച്ഛനിലൂടെ തന്നെ പുറത്തു വരുന്നത് വലിയൊരു സന്തോഷവും അഭിമാനവുമാണ്. അച്ഛന് പരമപ്രസാദ് പ്രൊവിൻസിന്റെ പേരിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യതയോടുകൂടി ഈ കോൺസുലർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററായ അച്ഛൻ ചെയ്യുന്നത് കിച്ചണിലും എല്ലാ കാര്യങ്ങളിലും ഇന്നത്തെ ഭക്ഷണം ഒരുക്കുന്നതിനും ഒക്കെ സഹകരിച്ച് നേതൃത്വം നൽകുന്ന അച്ഛന് നമുക്ക് എല്ലാവരും നന്ദി കൊടുക്കുക. അച്ഛന് പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നത്. നമ്മുടെ ഇവിടെയുള്ള കർമ്മങ്ങളെല്ലാം അവസാനിച്ചു. തുടർന്ന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണമുണ്ട്. എല്ലാവരും അപ്പോൾ ഇന്നലെ ചേച്ചിമാരൊക്കെ വന്ന് ഇത് അരിയൊക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഒരു സ്നേഹവിരുദ്ധതിനപ്പുറത്ത് ഇതൊരു നേർച്ചയാണ് എന്ന് പറയും. നമ്മൾ സാധാരണ വിശുദ്ധരുടെയൊക്കെ തിരുനാളാണ് നേർച്ചകൾ. ഒരു നേർച്ചയാണ്. ചിലർ വിളിച്ചു അച്ഛൻ ഞങ്ങൾക്ക് വരാൻ ഡ്യൂട്ടിയൊക്കെ ഉള്ള ഒരു സമയത്ത് വരാൻ പറ്റുകയില്ലായിരുന്നു. പക്ഷെ ഒരു പിടി ചോറ് നേർച്ചയായിട്ട് കരുതി സൂക്ഷിച്ചു വെക്കണേ എന്ന് വിളിച്ചു പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇവിടെ വന്ന് എല്ലാവരെയും സ്നേഹവിരുദ്ധര് അല്ലെങ്കിൽ നേർച്ചയിലേക്ക് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ. സന്തോഷത്തോടുകൂടി തന്നെ വളരെ താല്പര്യത്തോടുകൂടി തന്നെ നേർച്ച ഭക്ഷണത്തിലും പങ്കാളിയാകുന്നത് പ്രത്യേകമായിട്ട് ക്ഷണിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഇവിടെ വന്നതിന് പ്രാർത്ഥിച്ചതിന് കരിന്തോളിച്ചൻ അനുഗ്രഹം സ്വീകരിച്ചതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.
എല്ലാ അനുഗ്രഹങ്ങളിൽ ഞങ്ങൾ ഒരുപാട് പ്രത്യേകമായിട്ട് പെരുന്നുള്ളച്ചിൻ്റെ ആദ്യ ഓർമ്മ ദിനത്തിൽ ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഭയെ ഞങ്ങളുടെ കുടുംബത്തെയൊക്കെ ഒരുമിച്ച് കൂട്ടിയത് അച്ഛനിലൂടെ തന്നെയാണ്. അച്ഛൻ ഒരാൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നും പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി ഞങ്ങളെല്ലാവരെയും വാത്സല്യപൂർവ്വം സ്നേഹിക്കുകയും ഞങ്ങൾക്ക് ഓരോ ദിവസവും കരുതലോടും കരുണയോടും കൂടി ഞങ്ങളോട് കൂടി ആയിരുന്ന പെരുന്നുള്ളച്ചൻ ഇന്ന് ഓർമ്മയായിട്ട് ഇന്നും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ സ്നേഹവും കരുതലും. അവിടെ യാതൊരു സംശയവുമില്ല. അതുപോലെ സ്നേഹത്തിൽ ഒരുമയിൽ എന്നും നിലനിൽക്കുവാൻ ഇടയാകണമേ. പരസ്പരം സ്നേഹത്തിൽ വളരുന്ന നല്ല ബന്ധങ്ങൾ കുടുംബങ്ങൾ ആയിത്തീരുവാൻ ഇടയാകണമേ. പരിശുദ്ധാത്മ ചൈതന്യത്താലും ശക്തിയാലും ഞങ്ങൾ എല്ലാവരെയും വളർത്തണമേ. നമ്മുടെ കൃപയും അനുഗ്രഹവും ഞങ്ങളോട് ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പ്രാവശ്യശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ ജ്ഞാപനത്തിൻ്റെ മാധ്യസ്ഥം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ. എപ്പോഴും എന്നേക്കും. സ്നേഹതനായ ജോർജ് കരിന്തുള്ളച്ചൻ്റെ 1ാം സ്വർഗീയ പിറന്നാൾ. ഇന്ന് കൃതജ്ഞത ബലിയർപ്പണമുണ്ടായിരുന്നു. അതിനുശേഷം സ്നേഹ ചടങ്ങിൽ അച്ഛനെക്കുറിച്ചുള്ള ഒരു പുസ്തകം അനുഭവങ്ങളുമായി കരുണയുടെ കരം അതിൻ്റെ പ്രകാശനമുണ്ടായിരുന്നു. സ്നേഹവിരുന്ന് ഇതെല്ലാം വലിയ സ്വർഗീയ അനുഭവമായി അച്ഛനിലൂടെ ഒരുപാട് ആത്മാക്കൾ ദിവ്യകാരുടെ സ്നേഹത്തെ പുലുവാൻ ഇടയാകട്ടെന്ന് ആശംസിക്കുന്നു. സ്നേഹത്തോടെ ബേബി ജോൺ കലയന്താനി.